ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് തേങ്ങ വറുത്തരയ്ക്കുന്ന രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യത്തിന് വറുത്തരുണ്ടാക്കാനായിട്ട് ആവശ്യത്തിന് തേങ്ങ നല്ലപോലെ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ അടി കട്ടിയുള്ളൊരു പാത്രം അത് സ്റ്റവിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ ചിരകിയ തേങ്ങ, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉണക്കമുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് എന്നൊക്കെ പറയുന്ന മുളകിട്ട് നന്നായിട്ട് ഇളക്കുക. നല്ലപോലെ ഇളക്കണം. ഇളക്കി തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, നല്ലപോലെ ഇളക്കണം. കുറച്ചധികം സമയം ഇടുന്ന നല്ലോണം കളറ് മാറി പരുന്നകരിയൊക്കെ ചേർത്ത് നന്നാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ അടുക്കി പിടിക്കാനും കരിഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ചെറുള്ളി, പിന്നെ മല്ലി ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എല്ലാ ടേസ്റ്റിനും നന്നായിട്ട് ചേരും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി നല്ല പാകത്തിന് കളറായിട്ട് വരുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുകയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. നല്ലപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് കറികളിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ലപോലെ അരച്ച് മിക്സ് ചെയ്ത് കറിയൊക്കെ